കാലവർഷക്കെടുതിയിലും കണ്ണവം വനപ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടൽ മൂലവും വെള്ളപ്പൊക്കത്തിലും ചിറ്റാരിപ്പുറം പഞ്ചായത്തിൽ അനേകം വീടുകൾക്ക് തീരാനഷ്ടം. 7 വീടുകൾ പൂർണ്ണമായും 3 വീടുകൾ ഭാഗികമായും തകർന്നു. 215 വീടുകളിൽ വെള്ളം കയറി. 30 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ജൂലൈ 30-ന് കണ്ണം വനമേഖലയിലുണ്ടായ അതിശക്തമായ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മലവെള്ളപ്പാച്ചിലിലും ചിറ്റാരിപ്പുറം പഞ്ചായത്തിലെ പൂഴിയോട്, കണ്ണവം, കൈച്ചേരി, തൊടീക്കളം, മുടോളി, കളരിക്കൽ, വട്ടോളി, ഇടുമ്പ, കോട്ടയിൽ, മുടപ്പത്തൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായത്. ഏകദേശം 214 വീടുകളിലാണ് മലവെള്ളം കൊണ്ട് കയറി ചെടി നിറഞ്ഞ് വീട് ആകെ തന്നെ മലിനപ്പെട്ടു. അതെല്ലാം തന്നെ പിറ്റേ ദിവസം മുതൽ തന്നെ നമ്മുടെ പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തിലെയും വളണ്ടിയർമാർ, അത് വിഭജന DYFI വളണ്ടിയർമാരുണ്ട്, അതുപോലെ തന്നെ SSFിൻ്റെ വളണ്ടിയർമാരുണ്ട്, SKSFിൻ്റെ വളണ്ടിയർമാരുണ്ട്, അതുപോലെ സേവാസമിതിയുടെ വളണ്ടിയർമാരുണ്ട്, SDPIയുടെ വളണ്ടിയർമാരുണ്ട്, പിന്നെ IRPC വളണ്ടിയർമാർ വന്നു. ഇങ്ങനെ നിരവധി ആളുകൾ, ഏകദേശം ഒരു 400ഓളം പേര് ഈ 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ ഈ വീടുകൾ ശുചീകരിക്കാൻ വന്നിട്ടുണ്ട്. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വാളന്റെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും യോഗത്തിലാണ് പ്രദേശത്തുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തിയത്. യോഗത്തിൽ തലശ്ശേരി തഹസിൽദാർ ശ്രീ MC മണി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UP ശോഭ, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ഷീല, ഭരണസമിതി അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്തിലെയും ഘടക സ്ഥാപന ഓഫീസിലെയും ഓഫീസ് മേധാവികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, യുവജന സംഘടനാ പ്രതിനിധികൾ, സന്നദ്ധ സേവാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. പ്രത്യേകിച്ച് മലയോര മേഖലയായ ചിറ്റാരിപ്പറമ്പും കോളയാടും കൂത്തുപറമ്പും പാട്യവും ഒരുവിധം എല്ലാ ഈ മലയോര മേഖലയിൽ മുഴുവനായി വലിയ തോതിലുള്ള നഷ്ടങ്ങളുണ്ടായി. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.